എപ്പോഴും നമ്മൾ കുറേ ഉപയോഗമുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുകയും കാണിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതിനേക്കാളും കുറച്ചും കൂടി ഉപയോഗമുള്ള ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ തേങ്ങയൊക്കെ വറുത്ത് അപ്പോഴെപ്പോഴും വറുത്തല്ലേ നമ്മൾ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കുന്നത്. കൊഞ്ച് തീയൽ, പിന്നെ അല്ലാത്ത തീയൽ, പിന്നെ മറ്റു കൂട്ടുകറികൾ, ഇതിനൊക്കെ നമ്മൾ വറുത്തരച്ചല്ലേ എല്ലാം ചെയ്യാറുള്ളത്. അത് അപ്പോഴെപ്പോഴായിരിക്കും നമ്മൾ തേങ്ങ തിരുമ്മി എല്ലാം കൂട്ടുകളെല്ലാം അവിടെ വറുത്തെടുക്കുന്നത്. പക്ഷേ അത് മുൻകൂട്ടി തന്നെ നമുക്കിപ്പോൾ കുറച്ച് തേങ്ങകൾ, ഞാൻ 2.5 മുറി തേങ്ങകൾ തിരുമ്മി വെച്ചിട്ടുണ്ട്. വളരെ നൈസായിട്ട് തിരുമ്മി എടുത്തിട്ട് നമുക്കതിനകത്ത് ചേർക്കേണ്ട ചേരുവകളെല്ലാം ചേർത്തിട്ട് നമുക്ക് വറുത്തെടുക്കാം. അതിനെ വറുത്തെടുത്തതിന് ശേഷം അതിനെ പൊടിച്ച് വെക്കുന്ന ഒരു സീനാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവർക്കെല്ലാം പെട്ടെന്ന് ജോലി ഭാരം കുറഞ്ഞു കിട്ടും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വറുക്കാൻ എടുത്തേക്കുന്നത് 2.5 തേങ്ങയാണിത്. അത് ചെറുതായിട്ട് തിരുമിയതാണ്. അപ്പോൾ ഞാൻ വറുക്കാനായിട്ട് ഇട്ടേക്കാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കുറേ കുരുമുളക് ചേർക്കുന്നുണ്ട്. എല്ലാത്തിനും കുരുമുളക് നല്ലതായതുകൊണ്ട് കുറച്ച് കുരുമുളക് ഇടുക. അത് കഴിഞ്ഞ് കറിവേപ്പില നന്നായിട്ട് ചേർക്കുക. ഇത്രയും നമ്മൾ ചെറുതീയിൽ ചുമപ്പ് വറുത്തെടുക്കാം. ആദ്യത്തെ പ്രോസസ്സിങ് ഇത്രയുമാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ആദ്യം ചുമക്ക വറുത്ത് ഈ ഒരു പരുവത്തിലെടുത്താൽ മതി കേട്ടോ, ഒരുപാട് കറുപ്പിക്കണ്ട. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ്മീരി ചില്ലി പൗഡർ, ഇതൊരു ബേസിക്കാണ്. ആവശ്യമുള്ളൊരു എരി കൂട്ടിയും കുറച്ചും ഒക്കെ ഇടാം, പിന്നീട് മതി. ഇത് നമുക്ക് അത്യാവശ്യം നമ്മൾ എടുത്തിടുന്നതേ ഉള്ളൂ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി, ഇത്രയും ഇട്ടതിന് ശേഷം ഇതിനെ ഇതിൻ്റെ ആ പച്ച മണമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടി നമ്മൾ ഈ ചൂടിൽ തന്നെ മതി. വീട്ടമ്മമാർക്ക്, ജോലിക്ക് പോകുന്നവർക്കാണ് ഏറ്റവും ഉത്തമം. കാര്യം വെച്ചാൽ ഇതുപോലെ വറുത്ത് എല്ലാം റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഇറച്ചിക്കറിക്ക് വയ്ക്കാം. വറുത്തരച്ച ഇറച്ചിക്കറി, വറുത്തരച്ച മീൻ കറികൾ, പിന്നെ വന്നിട്ട് എന്തുവാണ് തീയൽ, പിന്നെ ഉരുളക്കിഴങ്ങ് കറി വറുത്തരച്ചൊക്കെ വെക്കുമല്ലോ, അതിനെല്ലാം നമുക്ക് ഉപയോഗിക്കാം. ഞാനാണ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കും. അപ്പോൾ ഒരു പൗഡർ പോലെ ആവും. തീരെ അങ്ങ് പൊടിയാക്കി കഴിഞ്ഞാൽ അത് എണ്ണ വരും. അങ്ങനെ വരാൻ പാടില്ല. നമ്മളൊന്ന് ജസ്റ്റ് ഒരു ഒറ്റ പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ചിലരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തണുത്ത് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ തന്നെ അവർ പാക്ക് ചെയ്ത്, അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ കുപ്പികളിലൊക്കെ വേണം ഇത് നിറച്ച് വെക്കാനായിട്ട്. അല്ലാതെ നമ്മൾ ഒരിക്കലും പ്ലാസ്റ്റിക് കവറിൽ ഇത് നിറച്ച് വെക്കരുത്. അത് ഭയങ്കര ദോഷം ചെയ്യും. അപ്പോൾ തണുത്തതിന് ശേഷം നമ്മൾ ഇതുപോലൊക്കെ ആക്കി വെക്കുകയാണെന്നാൽ നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ടാകും, സമയം ലാഭമാണ്. അതാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ ഞാനിതെന്തിനാണ് ചെയ്യുന്നതെന്നറിയാം. ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് പെട്ടെന്നങ്ങ് ചെയ്യും. പക്ഷേ നമ്മളെപ്പോലെ എല്ലാവരും ഒന്നും പറ്റത്തില്ല. അപ്പം ഞാനിതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, മോളുടെ അടുത്ത് ഇപ്പം ഞാൻ പോവുകയാണെങ്കിൽ കോലഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് ആ ബാക്ക് സൈഡിലുള്ള ഫ്ലാറ്റുകളിലാണ് അവർ കുറേ ഡോക്ടേഴ്സുമാർ അവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ കൊണ്ടുപോവാണ്. അവർ പഠിക്കുന്ന കുട്ടികളല്ലേ, അപ്പോൾ അവർക്കിതൊന്നും വറുത്ത് എടുത്തൊന്നും നമ്മളെ പോലെ നിൽക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കുറേ കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് ചെയ്യാൻ. ഇപ്പം വെജിറ്റബിൾസ് ആണെങ്കിലും ശരി, ഞാൻ എങ്ങനെ ആവി കയറ്റി അത് അവർക്ക് റെഡിയാക്കത്തക്ക വിധത്തിൽ എങ്ങനെ ശരിയാക്കുന്നുള്ളത് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയൊക്കെ എൻ്റെ മോളെ പോലെ തന്നെ നിങ്ങളുടെ മക്കളും ഒക്കെ കാണുമല്ലോ, സഹോദരങ്ങളും ഒക്കെ കാണുമല്ലോ, അവർക്കൊക്കെ എളുപ്പമെന്നാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിരുന്നാൽ. ഒന്നല്ലെങ്കിൽ വിഭവസമൃദ്ധമായ സദ്യ കഴിച്ചില്ലെങ്കിൽ സാരമില്ല, 1-2 കറിയെങ്കിലും കഴിച്ചാൽ അത്രേ ആയില്ലേ. നമ്മൾ ഈ വെളിയിൽ നിന്നൊക്കെ വാങ്ങിച്ച് ചുമ്മാ കഴിച്ച് അസുഖങ്ങളും കൂട്ടുന്നതിനേക്കാളും നല്ലത് ഇതുപോലൊക്കെ വെച്ച് കഴിക്കാൻ പറ്റുമല്ലോ. അതിന് നമ്മൾ എളുപ്പ വഴി നമ്മൾ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, ഞാൻ ശനിയാഴ്ച പോവുകയാണ്. അപ്പോൾ ശനിയാഴ്ച പോയാൽ ശനി, ഞായർ, തിങ്കളാഴ്ച അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിക്കും. അപ്പോൾ ഈ 2 ദിവസത്തേക്ക് ഞാൻ എന്തൊക്കെയാണ് അവർക്ക് കൊണ്ടുവന്നെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. അതുപോലൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ മക്കൾക്കൊക്കെ കൊടുത്ത് വിടാനൊക്കെ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ എനിക്കിവിടെ പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരിക്കും. എല്ലാവരും ഇപ്പം പാചകം പഠിച്ചുകൊണ്ടൊന്നും അല്ലല്ലോ വരുന്നത്. എനിക്ക് എല്ലാം ഒന്നും അറിയത്തില്ല. നമുക്ക് നാടൻ ഭക്ഷണങ്ങളൊക്കെ അത്യാവശ്യം അറിയാം, അത്രയേ ഉള്ളൂ. ഇനി ചെയ്യുന്ന എന്തൊക്കെയാണെന്നുള്ള അച്ചാർ ഇടുന്നുണ്ട്. അച്ചാർ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ പ്രോസസ്സിങ് ഞാൻ കാണിച്ചു തരാം. മീനച്ചാറിൻ്റെ പ്രോസസ്സിങ് എല്ലാം ഞാൻ ചെയ്യുന്നതാണ്. എനിക്ക് മറ്റുള്ളവർ ചെയ്യുന്നത് എനിക്ക് അത്ര അറിയത്തില്ല. എന്തായാലും ഞാൻ ചെയ്യുന്ന ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് അറിയാം. അതുകൊണ്ടാണ് ഞാൻ കാണിച്ചത്, ഞാൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യും, അതൊക്കെ ഞാൻ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ തൽക്കാലം അവർക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാലും അത്യാവശ്യം കഴിഞ്ഞു പോകാമല്ലോ. ഇത് ഞാനപ്പോൾ 2 തവണ ഞാനൊന്ന് കറക്കിയുള്ളൂ. 3-മതോ 4-മതോ കറക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് എണ്ണയായി മാറും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തില്ല. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ഇത് കണ്ടോ. അതുപോലെ കുപ്പിയാണേ, പിന്നെ ആൾക്കാർ പറയല്ലേ ഇത് പ്ലാസ്റ്റിക്കാണ്, ഇത് കുപ്പിയാണ്. അപ്പോൾ കുപ്പി പോലത്തെയൊക്കെ പാത്രങ്ങളിൽ വേണം ഇത് നിറയ്ക്കാനായിട്ട്. അപ്പോൾ ഇതിങ്ങനെ നിറയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ വേറൊരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ നമ്മൾ ഒരു
ഇറച്ചിക്കറി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറയുക, വറുത്തരച്ച കറികളാണ് ഉദ്ദേശിക്കുന്നത്. അതല്ല നമ്മളിപ്പോൾ വെച്ച തിരച്ചി മീൻ കറി, പിന്നെ തീയൽ, പിന്നെ പൊട്ടറ്റോ ഒക്കെ വറുത്തരച്ചൊക്കെ വെക്കത്തില്ല, പിന്നെ ഇഞ്ചി വറുത്തിട്ട് നമ്മൾ ഇതും കൂടി മിക്സ് ചെയ്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള എരിയും പുളിയൊക്കെ പിന്നീട് ചേർത്തോണം കേട്ടോ. അതിനൊക്കെ നമുക്ക് വറുത്തരച്ച ഇഞ്ചിക്കറി വെക്കുന്നവരുണ്ടാവും. അതിനൊക്കെ ഈ ഒരു ബേസിക്കായിട്ടുള്ള ഒരു കൂട്ട് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെച്ചാലുള്ള ഗുണം എന്തെന്ന് വെച്ചാൽ ജോലിക്ക് പോകുന്നവർക്ക് ഏറ്റവും നല്ല, പിന്നെ മടിയുള്ള വീട്ടമ്മമാർക്ക് ഒരിക്കൽ മാത്രം കഷ്ടപ്പെട്ടാൽ മതി. അത് കഴിഞ്ഞ് അവർക്കും ഇതുപോലെ തന്നെ എടുത്ത് പെട്ടെന്ന് റെഡിയാക്കാം. പിന്നെ വന്നിട്ട് നമുക്ക് അടുത്തൊരു സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വെജിറ്റബിൾസ് ഹാഫ് ബോയിലാക്കി വെച്ചിട്ട് നമ്മൾ ചെറിയ പാക്കറ്റ് ആളുകളുടെ എണ്ണം കണക്കാക്കി ഓരോരോ ചെറിയ പാക്കറ്റ് ആക്കിയിട്ട് നമ്മൾ ഫ്രീസറിലിട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ കറി വയ്ക്കുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ അത് മെഴുക്ക് പുരട്ടുന്നതിന് മുമ്പ്, അല്ലെ അത് തോരൻ വയ്ക്കുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പ് എടുത്ത് വെളിയിലോട്ട് ഇടുക. അത് കഴിഞ്ഞ് തോരനുള്ള കൂട്ടൊക്കെ അരച്ച് കഴിഞ്ഞ് ഈ സംഭവത്തിനെ കൂടെ അങ്ങോട്ട് തട്ടി വേവിച്ച് വെച്ചാൽ അതും ഒരു എളുപ്പ പണിയാണ്. ഇതെല്ലാം എളുപ്പപ്പണികളാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുക, ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്. ഇപ്പോൾ ഇതിനകത്ത് എരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരു ആവശ്യമേ ഉള്ളൂ. ഇപ്പോൾ ഒരു കറികൾ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ എരി കിട്ടണമെന്നില്ല. അതിന് നിങ്ങളെന്ത് ചെയ്യണം, ഇറച്ചിക്കറി അല്ലെങ്കിൽ മറ്റു കറികളൊക്കെ വെക്കുമ്പോഴത്തേക്ക് അതിനകത്ത് വേണം നമ്മൾ എരികളൊക്കെ കൂട്ടിക്കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഫുൾ അങ്ങോട്ട് ആക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതുപോലൊക്കെ നമ്മൾ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കാറ്റ് കയറാതെ ഒക്കെ നമുക്ക് വെളിയിൽ വെക്കേണ്ട കേട്ടോ. വെളിയിൽ വെച്ചാൽ കാറിൽ വരാൻ ചാൻസ് ഉണ്ട്. എണ്ണമയം കൂടി ഇതിനകത്തുണ്ടല്ലോ ഓൾറെഡി തേങ്ങയുടെ. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ചാൽ മതി. ഫ്രിഡ്ജിൽ നിന്ന് തന്നെ എടുത്ത് ആവശ്യത്തിന് ആൾക്കാരുടെ ക്വാണ്ടിറ്റി, ആൾക്കാർ എത്ര ഉണ്ടെന്നൊക്കെ നോക്കിയിട്ടൊക്കെ സ്പൂൺ എടുക്കുക. അല്ല ഒരു സ്പൂണായിട്ടല്ല, ചിലപ്പോൾ നമുക്ക് വെജിറ്റബിൾസ് കൂടുതലുണ്ടെങ്കിൽ അല്ലെങ്കിൽ മീനൊക്കെ കൂടുതലുണ്ടെങ്കിൽ അത് കണക്കാക്കി വേണം ഇത് എടുക്കാനായിട്ട്. ഇങ്ങനെ ചെയ്ത് ഇപ്പോൾ 2.5 മുറി തേങ്ങയാണിത്. 2.5 മുറി തേങ്ങയുടെ ഇതാണിത്. അപ്പോൾ ഇത് ഒരുപാട് കാണും കേട്ടോ. നമ്മൾ അരച്ചെടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് കാണും, ഗ്രേവി ഒരുപാട് കാണും. അതുകൊണ്ട് അത് കണക്കാക്കി ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും എത്ര വേണമെന്നുള്ളത്. അങ്ങനെയാണെങ്കിലും സംശയിക്കേണ്ടതെന്ന്. ഇപ്പോൾ ഒരു 2 സ്പൂൺ ഇട്ട് ചിലപ്പോൾ കുറഞ്ഞു പോയാൽ വീണ്ടും ഇട്ട് ഒന്നുകൂടെ അരച്ചാൽ പോരെ, തീർന്നല്ല പ്രശ്നം. ഇതെല്ലാവർക്കും നല്ലതാണ്. മടിയുള്ള അമ്മച്ചിമാർക്കും അമ്മാവന്മാർക്കും എല്ലാവർക്കും നല്ലതാണിത് കേട്ടോ. ഇപ്പോൾ ഒരുപാട് ആണുങ്ങളിപ്പോൾ പാചകം ചെയ്യുന്നുണ്ടല്ലോ. പെണ്ണുങ്ങളെക്കാട്ടിലും കൂടുതൽ ആണുങ്ങളാണ് നല്ല സൂപ്പറായിട്ട് പാചകം ചെയ്യുന്നത്. അപ്പം അവർക്കും ഉപകാരമായിരിക്കും. ഇത് ഞാൻ അവിടെ പോയിട്ട് അവർക്ക് മോൾക്ക് പറഞ്ഞു കൊടുക്കാനാണ്. അപ്പം ഞാൻ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് അറിയാൻ വയ്യാത്തവർ കാണുമല്ലോ, അറിയാവുന്നവർക്ക് വേണ്ടിയല്ല, അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ്. അപ്പോൾ നിങ്ങളോട് ഇതുപോലൊക്കെ ചെയ്തൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യമൊക്കെ എടുത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സ്പീഡപ്പ് ആക്കാം. അപ്പം നമുക്ക് വെളിയിൽ നിന്നൊന്നും വാങ്ങിക്കാതൊക്കെ കഴിയാനൊക്കെ പറ്റുമല്ലോ. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. എന്തായാലും എല്ലാ സാധനങ്ങളും ഫ്രിഡ്ജിൽ തന്നെ, പിന്നെ ഇതും കൂടി ഇരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഓക്കെ, ബായ്.